പരമകാരുണ്യവാനാകും പര തന്നെ പരമപ്രേമമായി ഗുരുവായി കൂടെ, പരമപ്രേമമായി ഗുരുവായി കൂടെ. പാവന ഗുരുവിൻ്റെ പാവന ചരണങ്ങൾ പതിവായി പലതായി പാടേണ്ടതല്ലേ. പാവന ഗുരുവിൻ്റെ പാവന ചരണങ്ങൾ പതിവായി പലതായി പാടേണ്ടതല്ലേ. സാധനാ ജീവിതം സാധ്യത്തിലെത്തുവാൻ സദ്ഗുരുപാദത്തിൽ അമർന്നിടേണം, സദ്ഗുരുപാദത്തിൽ അമർന്നിടേണം. തേടുന്നതാരേ കർമ്മഭൂമി തളിരിടുന്ന വന്ദവേഗിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗ തന്ത്രി നീട്ടി സ്നേഹഗീത കർമ്മഭൂമി തളിരിടുന്ന വന്ദവേഗിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗ തന്ത്രി നീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾപ്പടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി നീട്ടി. നമ്മുടെ ഈ മീറ്റിങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ HM ഫോറത്തിൻ്റെ സെക്രട്ടറി പട്ടക്കല സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാസ്റ്റർമാർ പ്രിയപ്പെട്ട ഡൊമിനിക് സാറിന് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ആദരണീയനായ നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൈദലി മുഹമ്മദ് സാറ്, കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ അമരക്കാരിയായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ റിട്ടയർ പ്രഥമാധ്യാപകരെ ആദരിക്കുന്നതിനും മുഖ്യ പ്രഭാഷണം ഉദ്ഘാടനം നടത്തുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വീണ ജോർജ് അവരുടെ 2019, 20, 21 വർഷങ്ങളിൽ സർവീസിൽ നിന്നും വിരമിച്ച പ്രഥമാധ്യാപകരെ, ഏറെ സ്നേഹം നിറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, പ്രഥമാധ്യാപകർ, നമ്മൾ ഇവിടെ ഓഫ്ലൈനായിട്ട് നമ്മൾ മീറ്റിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ കടപ്പുറ വിദ്യാഭ്യാസ ജില്ലയിൽ പരിചയമുള്ള മുഴുവൻ പ്രഥമാധ്യാപകരും
ഗൂഗിൾ മീറ്റിലൂടെ ഇതേ സമയം നമ്മുടെ മീറ്റിംഗിലെ പുതിയിരിക്കുകയാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ച് കോവിഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ മീറ്റിംഗ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. നമുക്കറിയാം 19-20-21 വർഷങ്ങളിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സമുചിതമായ ഒരു യാത്രയെ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. സമുചിതമായ ഒരു സമീപത്തിൽ ചെയ്യുമെന്ന് നമ്മുടെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ഇനിയും വൈകിക്കുന്നതിന് അർത്ഥമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു മീറ്റിംഗിനെ കുറിച്ച് ആലോചിച്ചതും. അത് ജൂലൈ 14 സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേരുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. അതിന് പ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കാനൂൻ കഥയിൽ അധ്യാപകരെ വിശേഷിപ്പിക്കുന്നത് പൊടിച്ചോട് പ്രവർത്തിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിലാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയിൽ വീട്ടുകാര്യങ്ങളോ സ്വന്തം കാര്യങ്ങളോ പോലും നോക്കാൻ സാധിക്കാത്ത പരിമിതമായ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അധ്യാപകൻ എന്ന കലയെ പ്രണയിച്ച ഒരു വർഷം അധ്യാപകരിൽ നിന്നാണ് നമ്മുടെയൊക്കെ ചുവട് അല്ലെങ്കിൽ നമ്മുടെ തുടക്കം തുല്യുന്നത്. ഇന്ന് കഥ മാറി കാലം മാറി മാന്യമായ ഒരു ജീവന ഉപാധിയായിട്ട് അധ്യാപകർ കേരളം മാറിക്കഴിഞ്ഞു. എങ്കിലും നമുക്കറിയാം ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളിൽ അധ്യാപക മേഖലയിൽ പ്രണയിച്ച് കടന്നു വരുന്നവരുടെ എണ്ണം ഏറ്റവും കുറവാണ്. ഒരു ജീവനോപാധി മാത്രമായിട്ട് കണ്ടുകൊണ്ട് അധ്യാപകരുടെ മേഖലയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കാണുവാനോ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാനോ അവരെ നമ്മളോട് ചേർത്ത് നിർത്തി അവരുടെ കുടുംബങ്ങളെ ദൂരീകരിച്ച് ഒരു സുഹൃത്തായും ഒരു വഴികാട്ടിയായും ഒരു അധ്യാപകനായും നിൽക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇവിടെയൊക്കെ പൊളിച്ചെടുക്കുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് അധ്യാപന മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ആവശ്യമായ അക്കാദമിക് യോഗ്യതയോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നടത്തുന്ന പരീക്ഷകൾ കൂടി പാസ്സായിട്ട് ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയുന്നു. അവിടെയും മതിയായ യോഗ്യതകളുടെ നേടി അധ്യാപന സേവന മേഖലകളിലേക്ക് കടന്നു വരുമ്പോഴും ഈ പറഞ്ഞ പരിമിതികളൊക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് 5-6-7 വർഷങ്ങളായിട്ട് സർവീസിൽ തുടരുകയും നാളെ ഇതുവരെയായിട്ട് നിയമനങ്ങൾ പാസ്സാകാതെ ആരോടും ഒന്നും പറയാൻ മേലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഗം അധ്യാപകരും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പകലന്തിയോളം വിദ്യാലയങ്ങളിലായിരിക്കുകയും അവധി ദിവസങ്ങളിൽ കൂലിപ്പണിക്ക് പോയി ഓട്ടോറിക്ഷ ഓടിച്ച് പെയിന്റിംഗ് ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വളരെ ദയനീയമാണ്. നൂലാമാലകൾക്ക് കീഴ്പ്പെട്ട് വിഷമിക്കുന്ന അധ്യാപകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ നിയമങ്ങൾ എത്രയും വേഗം പാസ്സാക്കിയിട്ടുന്നതിന് നമുക്ക് വകുപ്പ് തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിന് കൂട്ടായ്മ പരിശ്രമം നമുക്ക് ആവശ്യമാണ്. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ വിദ്യാലയത്തിന് ആയുസ്സും ആരോഗ്യവും ചെലവഴിച്ചു
ജീവിതകാലത്തിൻ്റെ ഏറിയ പങ്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്തു. ഒരു വട്ടം പ്രഥമാധ്യാപകര് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് പടിയിറങ്ങി. അവർക്ക് സമുചിതമായ യാത്രയ്ക്ക് കൊടുക്കാനായിട്ട് എല്ലാവരെയും കൂടി പിടിച്ചു ചേർത്ത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു യാത്രയ്ക്ക് കൊടുക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിന് കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇവിടെ പരിമിതമായ ആളുകളെ മാത്രം ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് പരിപാടി നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ റിട്ടയർഡ് ബ്രഹ്മാധ്യാപകരെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് സസന്തോഷം അവർ കടന്നു വരികയും യാത്രയുടെ പരിപാടികൾ പങ്കെടുക്കുന്നതിനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ കാരണത്തിൽ അവരോരോരുത്തരുമാണ്. അവര് തങ്ങളുടെ വിദ്യാലയത്തിൽ ചെയ്തിരിക്കുന്ന വിശിഷ്ടമായ സേവനത്തെ ഏറെ നന്ദിയോടെ സ്മരിക്കുകയും എല്ലാ ഭാവങ്ങളും അവർക്ക് തരികയും ചെയ്യുകയാണ്. ശിഷ്ടകാലം ഏറ്റവും ഭദ്രമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോകുവാൻ ജഗദീശന് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് യോഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ഇന്നത്തെ യോഗ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീധരി സാറാണ്. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്ന സാറ് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് സാറ് ഇവിടെ ഓഫീസറായിട്ട് ചാർജെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുകയും ഓരോ വിദ്യാലയത്തിന്റെയും പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും അതിനുള്ള നടപടികൾ ചെയ്തു പോന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ SSLC പരീക്ഷയുടെ മുന്നൊരുക്കമായിട്ട് വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അധ്യാപകർക്ക് നൽകുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിന് സാറിന്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്നത് അഭിമാനകരമായുള്ള നേട്ടം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ വിദ്യാലയ അധ്യക്ഷൻ നമുക്കറിയാം. ഏതാണ്ട് ഡിസംബർ അവസാനം വരെ TV-യുടെ ചാനലുകളുടെ ക്ലാസുകളും ഗൂഗിൾ മീറ്റിലൂടെ വാട്സപ്പിലൂടെയൊക്കെ എടുത്തു കൊടുക്കുന്ന പാഠഭാഗങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനുവരി മാസത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാവുന്ന അവസ്ഥ വരികയും അവിടെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ കുട്ടികളെ സ്കൂളിൽ വെച്ച് അവരുടെ സംശയം ചോദിക്കുന്നതിന് സമയം ഒരുക്കി കൊടുത്തു, ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. അതുപോലെ പരീക്ഷ നടത്തുന്ന സമയം എന്ന് പറയുന്നത് നമുക്കറിയാം, കോവിഡിന്റെ രൂക്ഷത അങ്ങേയറ്റമായിരിക്കുന്ന സമയമാണ്. അവിടെയും വളരെയേറെ ജാഗ്രത പുലർത്തിക്കൊണ്ട് പരീക്ഷ നടത്തുവാനും പരീക്ഷ നടത്തുന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞിന് പോലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും ഒരാൾക്കും പോലും കോവിഡ് ബാധിക്കാതെ തന്നെ ഏറ്റവും വിജയകരമായി പരീക്ഷകൾ നടത്തി നിൽക്കുവാനായിട്ടും പ്രഥമാധ്യാപകർക്കും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്ക് കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ റിട്ടയർ ചെയ്യുന്ന പ്രഥമാധ്യാപകരുടെ പേരിൽ നമ്മുടെ ഗൂഗിൾ മീറ്റിലൂടെ പങ്കുചേരുന്ന എല്ലാ പ്രഥമാധ്യാപകരുടെ പേരിൽ നമ്മുടെ പേരിൽ ഏറെ സ്നേഹത്തോടു കൂടി സാറിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ ഉദ്ഘാടനവും റിട്ടയർ ചെയ്യുന്ന പ്രഥമാധ്യാപകരെ ആദരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ നഗരസഭാ ചെയർപേഴ്സണായി ചുമതലയേറ്റ ശ്രീമതി ബീന ജോലി അവരുകളാണ്. നമ്മുടെ വിദ്യാലയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഏറെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുകയും നമ്മുടെ ചെയ്തു വരികയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ സാന്നിധ്യം ഏറ്റെടുക്കായി പറയുമ്പോൾ അതൊരു ഭാരത ഭൂമിയാണ്. എല്ലാം കൺവെന്റിലൂടെ കൈകാര്യം ചെയ്യുവാനും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ അങ്ങനെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതിന് ഞാൻ വിളിച്ച സമയത്ത് ഫോണിൽ വിളിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാർത്ഥിയായിരുന്നു. മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയതാണ്.
എന്നോട് പറഞ്ഞു ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കൊള്ളാമെന്നതിനോട് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വാക്ക് പാലിച്ചു. 11 മുൻപ് തന്നെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന് അദ്ദേഹം എത്തിച്ചേർന്നു. ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ഊർജ്ജം. ഏറ്റവും സന്തോഷത്തോടുകൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രഥമാധ്യാപകരുടെയും നമ്മുടെ വീട്ടിൽ പങ്കെടുക്കുന്ന പ്രഥമാധ്യാപകരുടെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും പേര് ഏറ്റവും സ്നേഹത്തോടുകൂടി വീരന്മാരുടെയും ഇതിന്റെ മീറ്റിംഗിൽ ഞാൻ സ്വാഗതം ചെയ്തു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിൽ കാരണപ്രദരായിട്ടുള്ള 2020-21 വർഷത്തിലും 2019-20 സർവീസിൽ നിന്നും നിർമ്മിച്ച 19 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. പ്രഥമാധ്യാപകരുണ്ടായിരുന്നത്. അതിൽ 2 പേര് അസോസിയേറ്റ് എത്തിച്ചേരില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. ബാക്കി പ്രഥമാധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ യാത്രാ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ഇതാണ് പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നതുകൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ പ്രഥമാധ്യാപകർക്കും ആശംസ അർപ്പിക്കുന്നതിന് ഒരു വേദി ഇവിടെയില്ല. അതിന് 2 പേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ജോസഫ് ജോൺ സാറാണ്. സാറ് 19-20 റിട്ടയർ പ്രഥമാധ്യാപക പദ്ധതിയായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുപോലെ കലാസ്കോളിൽ നിന്നും സാർ 20-21 വർഷത്തിൽ സർവീസിൽ നിന്ന് നിർമ്മിച്ച പ്രഥമാധ്യാപക പദ്ധതിയായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം തടയുന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു പണികൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശംസ അർപ്പിക്കുന്നതിന് നമ്മുടെ കൂടെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കുകയും നമ്മുടെ പ്രഥമാധ്യാപകരിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്ന ജോസഫ് മാത്യു സാറ് പ്രിൻസിപ്പലായിട്ട് പ്രമോഷൻ വാങ്ങി ഒരിക്കൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയുണ്ടായി. സാറിന് നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരവ് കൊടുക്കുകയാണ്. സാറിന്റെയും ആശംസ നമ്മൾ ഉൾക്കൊള്ളുന്നത്. കൂടാതെ എക്സിക്യൂട്ടീവ് പ്രതിനിധിയായിട്ട് നമ്മുടെ ബ്രിഗേഡ് സ്കൂളിലെ ശ്രീ സാറ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. മായത്തിലാണ് നമ്മുടെ വേദിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഏറെ സന്തോഷപ്രദമാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റിട്ടയർ ചെയ്തിരിക്കുന്ന പ്രഥമാധ്യാപകരുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ എച്ചഭവനത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ പി ജി ജോസഫ് സാർ കൂടിയുണ്ട്. മുൻപ് നമ്മുടെ എച്ചഭവനത്തിന്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ ആശംസയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ പ്രഥമാധ്യാപകരുടെ കുടുംബക്കാർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ബഹുമാനീയനായ ശ്രീ സാറിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കട്ടപ്പന പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോബി അവരുടെ നമ്മുടെ ഈ ചെറിയ സൗകര്യം സാറ് വേദിയില്ല കഴിഞ്ഞ വർഷം അതിന് മുമ്പ് വർഷങ്ങൾ സർവീസിൽ നിയമിച്ച പ്രധാന അധ്യാപകരെ അധ്യാപിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ മറ്റ് സദസ്യരുടെ പ്രത്യേകം ക്ഷണിക്കാറുകൾ അതുപോലെ നമ്മുടെ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രഥമാധ്യാപകർ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മുടെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലും ഹൈസ്കൂൾ പ്രഥമാധ്യാപകരെ വിരമിച്ച അധ്യാപകരുടെ ഒരു യാതൊരു സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച വിപുലമായ കാര്യമായിട്ട് സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് അവർക്കും അതുപോലെ നിലവിലുള്ള പ്രധാനപ്പെട്ടവർക്കും ഒക്കെ സന്തോഷം നൽകുന്ന പ്രവർത്തനം നൽകുന്ന ചടങ്ങാക്കേണ്ടതാണ് നമ്മൾ ഈ പ്രത്യേക സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്.
കഴിഞ്ഞ വർഷം ഇതിനെപ്പോലെ ചിലവ് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. ഈ വർഷവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഈ ലോക്ക്ഡൌൺ സാഹചര്യം ഒഴിവാക്കുകയാണെങ്കിൽ വിപുലമായ ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇത് അവസാനിക്കുന്നത് തോന്നാറുണ്ട്. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുകൊണ്ടാണ് ഏറ്റവും ഇങ്ങനെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഏതായാലും എല്ലാവരും വിപുലമായ ചടങ്ങായി തന്നെ കാണുക. എല്ലാവരും ഇമോഷണലിന്റെ കൂടുതൽ വീടുകളിൽ ചടങ്ങ് കണ്ടുപിടിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ സജീവമായി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ശുഷ്കമായി കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് ഇതിനെ സംഭവിച്ചു പോയത്. നമുക്കറിയാം, 20-30 വർഷം മുമ്പ് സർവീസിൽ വന്ന ആൾക്കാരാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ജീവിതത്തിന് നല്ല കാര്യം നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളുകളിൽ ആ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ആ സ്കൂളുകളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച പരിപാടിക്കുകയാണ്. അവർക്ക് വളരെ ഉചിതമായി നമുക്ക് സാഹചര്യങ്ങൾ പറ്റാതെ എന്നാൽ നല്ലൊരു ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റിയെങ്കിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ജീവിതകാലത്ത് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അധ്യാപകരാണ്. ശരിക്കും അവർക്ക് ഒരുപാട് അനുഭവം വേണ്ടി പങ്കുവയ്ക്കാൻ ഉള്ളവരായിരുന്നു. ഈ 5 വർഷവും സർവീസിൽ നിന്ന് തിരിഞ്ഞ ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തവരാണ്. ആ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കേണ്ടവരായിരുന്നു. നമുക്കതിന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള അവസരം കിട്ടാറില്ലായിരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസമായി കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വരുന്ന ദിവസം അതുകൊണ്ട് ഈ യോഗം അവസാനിപ്പിച്ച് ആദ്യത്തെ സ്കൂളിൽ എത്ര സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു ചടങ്ങുകൾക്ക് അവസാനിപ്പിക്കുന്നത് കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വേണ്ടി സംസാരിക്കുന്നില്ല. അതായത് സർവീസിൽ നിന്ന് വിരമിച്ച് എല്ലാ പ്രവർത്തകരെയും അവരുടെ ഈ സേവനത്തിന് എല്ലാം പ്രതികരിക്കുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്. അവരവരുടെ ഈ സർവീസ് മുഴുവൻ അധിക സമയം ഈ ഘട്ടത്തിലെ ഈ വിദ്യാഭ്യാസ വിശദമായ സർവീസിൽ വരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം തിരിഞ്ഞാൽ വർഷം പക്ഷെ കഴിഞ്ഞ വർഷം തിരിഞ്ഞാൽ എല്ലാ ആൾക്കാരും അത്രയും അധികം സമയം പങ്കെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിലെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ സർവീസിൽ പിരിഞ്ഞു പോകും. അതിൻ്റെതായ നഷ്ടം നമുക്കുണ്ട്. സൂചിപ്പിച്ച പുതിയ ഈ തലമുറയിൽ ഈ സേവനം ചെയ്യുന്ന ആൾക്കാരല്ല. അതൊക്കെ ഇതിലേക്ക് പഠിച്ച് മാത്രം ഉൾക്കൊണ്ടിരിക്കണമെന്ന് നന്നായി പ്രതീക്ഷിക്കണം. എന്നാലും ഇവരുടെ ഈ തലമുറയിലെ ആൾക്കാരുടെ ഈ കാര്യമായ മാറ്റമാണ്. ഇവരുടെ സർവീസിൽ വന്നത് അങ്ങനെയാണ്. നമുക്ക് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സർവീസിൽ വന്നത് ആ സ്കൂളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഈ അവസ്ഥ ഇന്നത്തെ അങ്ങനെയാണ്. ഇന്നത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആൾക്കാരാണ്. സാമ്പത്തികമായിട്ടും ശമ്പളം വളരെ കൂടിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും ആധുനിക സൗകര്യങ്ങളും ഒക്കെ ഉള്ള കാലത്ത് ജീവിക്കുന്ന അധ്യാപകരാണ് ഇന്നത്തെ ആൾക്കാർ. അതുകൊണ്ട് ഇവരിൽ നിന്ന് കിട്ടിയ മാറ്റങ്ങൾ നമുക്ക് പുതിയ തലമുറയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏറ്റവും അധികം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ സേവനം ചെയ്ത ആ ഒരു നല്ല തലമുറയിലുള്ള ആ ഒരു വലിയ തൊഴിൽ പോലും അധ്യാപക പ്രവൃത്തിയോട് ആത്മാർത്ഥത പുലർത്തിയ ഒരു പറ്റം ആൾക്കാരാണ് ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സർവീസിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവരും ഭാവങ്ങളും വരുന്നു. അവർ ചെയ്ത സേവനങ്ങളെ ഏറെ വിലമതിക്കുന്നു. അവരുടെ വിശിഷ്ടകാലം അവരുടെ സുഖമായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ ഈ സിസ്റ്റവുമായിട്ട് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ സേവനങ്ങൾ നമുക്ക് പല രീതിയിലും ഈ കാലഘട്ടത്തിലും ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ സേവനം നമുക്ക് നൽകാൻ അവർ എന്താ പറയുക തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു.
അവരുടെയൊക്കെ എല്ലാവിധ സേവനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് കട്ടപ്പന വിദ്യാഭ്യാസത്തിലേക്ക് ആവശ്യമുണ്ട്. എല്ലാവരും ആ രീതിയിലൊക്കെ നമ്മുടെ ഈ സിസ്റ്റവും അതെല്ലാവരും സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അവരുടെ വിശിഷ്ടകാലം അവർക്ക് എല്ലാവർക്കും വാക്കുകളും നേരുന്നു, എല്ലാവരും ആശംസകളും നേരുന്നു. അവർക്ക് എല്ലാ നല്ല പ്രവർത്തനങ്ങളും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരും നന്ദിയും അറിയിക്കുന്നു. വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കഴിഞ്ഞ ദിവസം ഇന്നലെ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഞാൻ വിളിക്കേണ്ട മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ അവിടെ നമ്മുടെ BPC ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു മീറ്റിംഗ് വിളിക്കണം. നമ്മുടെ മുനിസിപ്പൽ തല മീറ്റിംഗ് ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം മാറുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എത്തിക്കേണ്ടതിന്റെ അതിന്റെ ഒരു ചുമതല ആർക്കുകൂടിയുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് വിളിക്കുന്നത് പറഞ്ഞത് അങ്ങനെ ഞാൻ അത്ര കന്നുകാലിക്കും അവരുടെ ഒരു വിളിക്കുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞപ്പോഴേക്കും സഹകരിച്ചു. അന്ന് തന്നെ മീറ്റിംഗ് ഒക്കെ തയ്യാറായി വളരെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ഒരു താല്പര്യമുള്ള ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ നമ്മുടെ ഈ കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ. അപ്പോൾ അവരെ തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഉപഹാരങ്ങൾ കിട്ടിയതിന് സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ അവരെ ഒരു മധുരത്തോടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷപദായിരിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സേതുമൻ സാറ്, ഈ യോഗത്തിന് ആശംസകൾ എത്തിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ, കട്ടപ്പന സെൻറ് ജോർജ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുരുങ്ങിയ ഒരു യാത്രയിൽ കാണാൻ കഴിയുന്ന ആദ്യമായിട്ടാണ്. കാരണം അതിൻ്റെ കാരണം എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് എന്ന മഹാമാരി 2 വർഷക്കാലമായി നമ്മളിൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കട്ടപ്പന സെൻറ് ജോർജ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒക്കെ കട്ടപ്പന സെൻറ് ജോർജ് സ്കൂൾ എന്ന് കേട്ടാൽ തന്നെ ഒരു പ്രത്യേക പേരുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഇത്രയും കാലം വളരെ കാലങ്ങളായി ഇവിടെ വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഈ അധ്യാപകർ നമുക്കറിയാം എത്ര തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള അവരാണെന്നറിയാം. കാരണം നമ്മൾ ഓഫീസുകളിൽ ചെന്നാൽ നമുക്ക് ഏറ്റവും കാണാൻ കഴിയുന്ന ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുള്ളൊരു കാര്യമാണ്. അവർ വിദ്യ പകർന്നു വിട്ട ഒരാളെങ്കിലും ആ ഒരു ഓഫീസിൽ കാണുമെന്ന് ഉറപ്പുള്ളതാണ്. കാരണം ഒരു കർഷകന്റെ മകളായിട്ട് ജനിക്കാൻ കഴിഞ്ഞാൽ ഒരു അധ്യാപകന്റെ മരുമകളാണുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ചാച്ചൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, ചാച്ചൻ പഠിപ്പിച്ച ഏതൊരു ഓഫീസിൽ ചെന്നാൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ചാച്ചൻ പഠിപ്പിച്ച ഒരാളെങ്കിലും അവിടെ കാണുമെന്ന് പറയുമായിരുന്നു. കാരണം സമൂഹത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടുകയും ഏത് ജോലിക്കും ആഘാതം ഉണ്ടെങ്കിലും ഏറ്റവും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന ഒന്നാണ് അധ്യാപനം. കാരണം അവരുടെ ജീവിതകാലം അവരുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും അവർ കുട്ടികളോടൊത്താണ് ജീവിക്കുന്നത്. ഒരു മാതാപിതാക്കൾ ആ കുട്ടികളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കഴിഞ്ഞ് അവർക്ക് കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഏതായതുകൊണ്ട് ഓരോ വ്യക്തിയെ സമൂഹത്തിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വഹിക്കുന്ന പങ്ക് നമുക്ക് വിലമതിക്കാത്തതാണ്. നമുക്കറിയാം ഇപ്പം ഇത്രയും കാലം കുട്ടികളോടൊത്ത് ജീവിച്ചിട്ട് അവർ ഈ ഒരു വിദ്യാഭ്യാസ ഈ ലോകത്തിൽ നിന്നും ആ കുട്ടികളുടെ ഇടയിൽ നിന്നും മാറി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. തങ്ങൾ ഇത്രയും നാളും ജോലി ചെയ്തുകൊണ്ടിരുന്നാണല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഒന്നും നമ്മൾ അധികപ്പെടാതെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഈ ഒരു ലോകത്തിൽ തന്നെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാകുന്ന ഓരോ കാര്യങ്ങൾ ഏർപ്പെടാൻ എല്ലാ അധ്യാപകർക്കും കഴിയണം. നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഓരോ കാര്യങ്ങളിലേക്കും എല്ലാ അധ്യാപകരും തിരിയും. അവരുടെ ശിഷ്ടകാലം ജീവിക്കുന്ന അത്രയും കാലം ദൈവം തന്നിരിക്കുന്ന ആയുസിൻ്റെ അത്രയും കാലം മറ്റുള്ള സമൂഹത്തിന് നല്ല മാതൃകകൾ ചെയ്ത് നല്ല സേവനങ്ങൾ ചെയ്ത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനും മക്കളോടും കൊച്ചുമക്കളോടും ഒത്തൊക്കെ ജീവിച്ച് നല്ല മാതൃകയുള്ള ഒരു സമൂഹമാക്കി തീർക്കാനും എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഉണ്ടാകുന്നു നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും, എല്ലാവരുടെയും ജീവിതത്തിൽ.
ഇപ്പം ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരും ഇവിടെ എല്ലാവരെയും ഒന്നിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കെല്ലാം ജീവിതകാലത്തിൽ നല്ല ഒരു മുന്നോട്ടുള്ള എല്ലാ തങ്ങളുടെ പ്രയാണത്തിൽ നല്ല സമൂഹത്തിൽ നല്ല ഉന്നതമായി തീരാനിടയാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു റിട്ടയർമെന്റ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അടുത്ത ആശംസകയായിട്ട് നമ്മുടെ HMR എക്സിക്യൂട്ടീവ് കമ്മിറ്റി സാർ ബഹുമാനായ കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സോദരൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജ്യോതി അവർ, HM ഫോറത്തിൻ്റെ സെക്രട്ടറി ഗൗരി സാർ, HM ഫോറത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ യാത്രയൊക്കെ ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള പ്രഥമാധ്യാപകർ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിലൊരു യാത്രയുടെ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഉണ്ടായിരുന്നു. HM ഫോറത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2 തവണ കൂടിയിരുന്നു ഈ യാത്രയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ആദ്യത്തെ തവണ കൂടിയപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇളവുകൾ കിട്ടിയാൽ കുറച്ച് കൂടുതൽ ആൾക്കാരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി ലൈവായിട്ട് നടത്താൻ കഴിയുമോ എന്നൊന്ന് ആലോചിക്കാനും കൂടി വേണ്ടിയായിരുന്നു കുറച്ച് ഇത് മുന്നോട്ട് ദീർഘിപ്പിച്ച് വെച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് കഴിയുന്നൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുറച്ച് ആൾക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യാത്രാ സമ്മേളനം ലൈവായിട്ട് ഇവിടെ നടത്താൻ കഴിയും. ബഹുമാനായ DO സൂചിപ്പിച്ചപ്പോൾ തന്നെ ലൈവായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളുവെങ്കിൽ പോലും ഈ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ മാഷന്മാർക്കും ഗൂഗിൾ മീറ്റിൽ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരവസരം ഉണ്ട്. കാരണം എല്ലാ മാഷന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമ്മുടെ ഈ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന അധ്യാപകരെ യാത്രയ്ക്ക് നൽകാനോ കൂടിയിരിക്കുന്ന സമ്മേളനമാണ്. കഴിഞ്ഞ 2 വർഷം എന്ന് പറയുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്ന 2 വർഷത്തെ കണക്ക്. ബാക്കി ദീർഘകാലമായി വർഷങ്ങളോളം ഇടുക്കി ജില്ലയിൽ അതുപോലെ തന്നെ കേരളത്തിലെ മറ്റുള്ള ജില്ലകളിലൊക്കെ തന്നെ അധ്യാപകരായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം പ്രഥമാധ്യാപകരായി പ്രമോഷൻ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ട് 1 വർഷം മാത്രം പ്രഥമാധ്യാപകരായിട്ട് സേവനം അനുഷ്ഠിച്ച ആൾക്കാരുണ്ട്. ദീർഘകാലയളവ് ഹെഡ്മാസ്റ്റർമാരായിട്ടിരുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ ഇവിടെ ഇരിക്കുന്ന ഈ പിരിഞ്ഞു പോകുന്ന മിക്കവാറും എല്ലാവരും തന്നെ വ്യക്തിപരമായി നേരത്തെ തൊട്ട് എനിക്കറിയാവുന്ന ആൾക്കാരാണ്. മാത്സ് സബ്ജക്റ്റ് മാത്സ് ആണ്. അന്നൊക്കെ നേരത്തെ ക്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഈ ക്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് അന്ന് തൊട്ടേയുള്ള ബന്ധമുള്ള നിരവധി പ്രഥമാധ്യാപകർ ഇപ്പോൾ ഇവിടെ ഇരിക്കും. വളരെ ദീർഘകാലയളവിലെ ബന്ധം അവരുമായിട്ട് വ്യക്തിപരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ എക്സിക്യൂട്ടീവ് HM ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് 2 ആൾക്കാർ മാറുകയാണ്. ഒന്ന് നമ്മുടെ നികഷ സാറും അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് മാത്യു സാർ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടമാണ്. കാരണം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ജോസഫ് ജോൺ സാറൊക്കെ പറയുകയാണ് മറ്റു പലയിടത്തും ഇല്ലാത്തൊരു പ്രത്യേകതയായിരുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു HM ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിരുന്നു. മിക്കവാറും എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പം അവരുടെ ഒരു സജീവ സാന്നിധ്യം ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുന്നതിനുള്ള വലിയ ഒരു വിഷമമുണ്ട്. എനിക്ക് സാറുമായിട്ട് 4 നൂറ്റാണ്ട് മുമ്പ് തൊട്ടുള്ള ബന്ധം എനിക്കുള്ളതാണ്. അതുപോലെ തന്നെ ജോൺ സാറിനെ ആദ്യം ഇവിടെ ഒന്ന് കാണുമ്പോൾ വലിയ വലിപ്പത്തിൽ കഞ്ഞി നമുക്ക് ഷർട്ടൊക്കെ ഇട്ട് വലിയ ജാട കിടക്കുന്നൊരു മനുഷ്യനായിട്ടാണ് ഞാൻ ആദ്യം മനസ്സിൽ തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നതിന് ശേഷമാണ് അടുത്ത് അറിഞ്ഞ് പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലായി വളരെ സൗഹാർദ്ദത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
അപ്പം ഇവിടെ ഈ പ്രത്യേകിച്ചും HM ഫോറത്തിന്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും ക്രോഡീകരിക്കുന്നതിനകത്ത് നേതൃത്വം കൊടുക്കുന്നതിന് HM ഫോറം സെക്രട്ടറിയോടൊപ്പം നിന്ന 2 വ്യക്തികളാണ് ഇവർ 2 പേര്. അപ്പൊ അവരുടെ പേര് ഞാൻ എടുത്തു പറയാൻ സൂചിപ്പിക്കാൻ കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നത് കൊണ്ടാണ്. മറ്റെല്ലാവരും ഓരോരുത്തരെയും എല്ലാവരെയും കുറിച്ച് ഒരാൾ എനിക്ക് അറിയാവുന്നതാണ്. എല്ലാവരും ഈ പറഞ്ഞതുപോലെ വളരെ ദീർഘകാലത്തെ വിശിഷ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് പിരിയുന്നവരാണ്. കഴിഞ്ഞ വർഷം പിരിഞ്ഞ ആൾക്കാർ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മേഖല തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. തീർച്ചയായും അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഉദ്ഘാടകരൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ പവിത്രമായ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സേവനം ദീർഘകാലം ചെയ്തിട്ടാണ് അവർ സർവീസിൽ നിന്ന് പിരിയുന്നത്. പിന്നെയാണെങ്കിലും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം അവരിൽ നിന്ന് സമൂഹവും പ്രതീക്ഷിക്കും. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തന മേഖല അവർ തിരഞ്ഞെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പൊ കൃഷിയൊക്കെ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്. അപ്പം അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ സാമൂഹ്യ ബന്ധമുള്ള സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു മേഖലയിൽ കൂടി അവരുടെ ഒരു പ്രവർത്തനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏത് പ്രവർത്തന മേഖലയിലാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ 2019-20 വർഷവും 2020-21 അധ്യയന വർഷവും സർവീസിൽ നിന്ന് വിരമിച്ച നമ്മുടെ പ്രധാനമന്ത്രി ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടേഴ്സ് നമ്മളെ ക്ഷണിക്കുകയാണ്. അതുപോലെ പ്രധാനമന്ത്രി ആദ്യം 19 ദിവസങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് അവരെ പോയിട്ട് സ്വീകരിക്കണമെന്ന് ഉറപ്പുവരുന്നു. അതുവഴി 19 ദിവസത്തിൽ ശ്രീ റോബർട്ട് ജോർജ് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകരായിരുന്നു. റോബർട്ട് സാറിനെ അതിനോടുകൂടി ക്ഷണിക്കുകയാണ്. അടുത്തത് വാഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച പ്രിയപ്പെട്ട ഡെയ്സി ജോർജ് ടീച്ചർ. അടുത്തത് കോട്ടക്കൽ സെന്റ് ആൻഡ്രൂസ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച റോസമ്മ ജോസഫ് ടീച്ചറിനെ സേവനം ചെയ്യുന്നു. ജോസഫ് ജോൺ സാറ് ദീർഘകാലങ്ങളുടെ സമൂഹത്തിന്റെ ഉണ്ടായിരുന്നതാണ്. ചെമ്മണ്ണ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ജോസഫ് ജോൺ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച സലീമ തോമസ് ടീച്ചർ. അടുത്തതായി കഴിഞ്ഞ വർഷം 2020 വർഷത്തെ വിരമിച്ച പെരിഞ്ഞാകുട്ടി GHSSലെ പ്രധാനാധ്യാപകൻ JB ജോർജ് ആണ് ക്ഷണിക്കുന്നത്. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിസാറ് ഉണ്ണികൃഷ്ണൻ നായർ സാറ് കല്ല GHSSൽ നിന്ന് വിരമിച്ച എല്ലാം സജീവ സാഹിത്യമായിട്ട് സാർ. അടുത്തതായി ഉപ്പുതറ സെന്റ് ഫിലോമിന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രിയപ്പെട്ട സുബി സി ജോസഫ് ടീച്ചർ. അടുത്തത് വെള്ളാമൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപകരായി വിരമിച്ച ബിജു ജെയിംസ് സാർ. അടുത്തത് ചിന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച ജോസ് മാർക്കസ് സാർ. പ്രധാനാധ്യാപകർ ഇത്രയും വന്നിട്ടുണ്ടെന്ന് കരുതുന്നു. നിർവഹിക്കാൻ താല്പര്യമില്ല. ഇനിയുമുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ
നമ്മുടെ സമൂഹത്തിൽ സജീവ സാന്നിധ്യമായിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഉണ്ടായത് നമ്മുടെ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം ജൂൺ മാസം 1-ാം തീയതി കുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായിട്ട് പ്രൊമോട്ട് ചെയ്ത ജോസഫ് ഫർഗൂസൺ. നമ്മുടെ സമൂഹത്തിന്റെ മുൻ സെക്രട്ടറി സമൂഹമായിട്ട് വിദ്യാഭ്യാസ രീതിയിലുള്ള സാന്നിധ്യമായിരുന്ന സ്കൂളിൽ നിർമ്മിച്ച ജോസഫ് സാറിനെ ഈ യാത്രയെ വിദ്യാഭ്യാസ ഓഫീസർ സീനിയർ യോഗം ഉദ്ഘാടനം ചെയ്ത കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ലീന ജോലി, എച്ച്.എഫ്. സെക്രട്ടറി പ്രൊഫസർ സാർ, സർവീസിലുള്ള വിരമിച്ച പത്താം സെക്രട്ടറി എക്സിക്യൂട്ടീവ് കേന്ദ്ര, അതുപോലെ പുറത്തിന്റെ ചുമതലയുള്ള ഗൂഗിളിലുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. യോഗം ശുഷ്കമാണെന്ന് നമുക്ക് ഈ ആളുകളുടെ എണ്ണത്തിൽ നിന്ന് തോന്നാമെങ്കിൽ പ്രഥമാസ്ഥാനങ്ങളുടെ ഒരു വിഷമം തോന്നാൻ സാധ്യത. കാരണം ഓരോ ആയിരക്കണക്കിന് ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആണ് പിന്നാലെ ഓഫീസിൽ വരുമ്പോഴാണ് ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രശ്നങ്ങളെല്ലാം തലയിലേക്കുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു കോൺഫറൻസിൽ വന്നിരിക്കുമ്പോൾ അവരെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരാൾ അതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതികാത്മകമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എച്ച്.എഫ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് സന്നിഹിതരെങ്കിൽ ഇത് കടമ വിദ്യാഭ്യാസത്തിലൂടെ മുഴുവൻ പ്രധാന സ്ഥാനങ്ങളുടെയും ഒരു സംരംഭമായ തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. നമുക്കത് വലിയതാണ്. നമ്മളിങ്ങനെ പ്രതിനിധീകരിച്ച് കഴിയുന്ന ആളുകളെന്ന് തോന്നി. തീർച്ചയായും അധ്യാപന രംഗത്ത് ഏറ്റവും തൊഴിലുറപ്പുള്ള കാലഘട്ടത്തിൽ അധ്യാപകരായി, അതുപോലെ അതിനെ തുടർന്ന് പ്രഥമാധ്യാപകരായിട്ട് ബാക്കിയുള്ള ഭാരമുള്ള തലയിലേക്ക് ഇപ്പോൾ അല്പം ആശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു. ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രഥമാധ്യാപകരായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടി ഒരു സൂചന മനസ്സിലായി. റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ സമാധാനമായിട്ട് അല്ല, തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് അത് കഴിയുമ്പോൾ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഞാനിവിടെ 4 വർഷം ഇപ്പോഴും ആ സ്വാതന്ത്ര്യത്തെ ആസ്വദിച്ചില്ല എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് ഇതിലോട്ട് വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്ത് ചേട്ടൻ ലഭിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക സുഖമുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞൊരു പ്രത്യേക സംഭവം ഒളിച്ചുപോയി കണ്ടുകൊണ്ട ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോഴും എപ്പോഴും സജ്ജമായും അധ്യാപകരും എല്ലാ പ്രധാനങ്ങളും സമൂഹമാണെങ്കിൽ വേറെ ചില ബന്ധങ്ങളിലേക്ക് തികച്ചു വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മുടെ ജീവിത രീതി മാറുകയും ഇപ്പോൾ വൈദ്യുതി പലപ്പോഴും നമ്മൾ സജ്ജമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പതിയെ ക്രമേണ നമ്മൾ പ്രവർത്തിക്കുന്നു. കാരണം തന്നെ പുതിയ മാനദണ്ഡങ്ങൾ നമ്മൾ അറിയില്ല. നമ്മുടെ ബന്ധങ്ങൾ പഴയ ആളുകളിലേക്ക് വരുന്നു, പുതിയ ആളുകൾ വരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ ആളുകൾ വരുന്നു. ഇപ്പോൾ ഈ വർഷം പകുതി പേരെ അറിയാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പുതിയ ആളുകൾ കഴിയുമ്പോൾ പുതിയ നമ്മുടെ ആ ഒരു രീതി മാറും. വിദ്യാഭ്യാസ മേഖലയുമായിട്ടുള്ള ബന്ധമൊക്കെ കുറയും.
മറ്റു മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികെയും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സജീവമായിട്ട് എപ്പോഴും മുന്നോട്ടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചാൽ ആരോഗ്യത്തോടുകൂടി തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഏതൊക്കെ ഒരു മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ സജീവമാക്കുവാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു കാലഘട്ടങ്ങളുടെ ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ വഹിച്ചവരാണ്. അതിനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുസരിക്കുന്നവർക്ക് ഭാവികളും ഏറ്റവും സൗകര്യവും അതായത് ജനസൂക്ഷിയെന്നുള്ള കാര്യത്തിൽ സംശയം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ അങ്ങനെ സമാധാനപൂർവമായ ഐശ്വര്യപൂർവമായ കുടുംബാംഗങ്ങളോടൊപ്പം സ്വസ്ഥമായി കഴിയാനുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് ധാരാളം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്കൊരു ചെറിയ വേദിയുണ്ട്. ശേഷം ഇവിടെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ പേരിൽ നിന്ന് നിലവിച്ച പ്രഥമാധ്യാപകരുടെ കൂട്ടായ്മ. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് കൂടാൻ സാധിച്ചില്ല. നമ്മൾ കൂടി എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഒത്തിരി നാളുകൾക്ക് ശേഷം പഴയ ആളുകളെയൊക്കെ ഒന്ന് കാണാനുണ്ട്. അപ്പൊ പരിചയമാണ് പുതിയ മേഖലയിൽ നമ്മുടെ പുതിയ മനസ്സിന് ഏർപ്പെടുത്തലേക്ക് കിടക്കുന്ന പരിചയമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകൾ പഴയ നോക്കുകളെല്ലാം ഒത്തു ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതൊരു സംരംഭം തുടങ്ങിയത്. 2 തവണ അത് വിജയകരമായിട്ട് കൂടി. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് വിജയം നടന്നിട്ടില്ല. എന്തായാലും പ്രായമുള്ള ആളുകളൊക്കെ ആവുമ്പോൾ പൂർണ്ണമായും ഈ ഒരു ഭീഷണിയിൽ നിന്ന് മാറിയതിനു ശേഷം മാത്രമേ ഒരു വിജയം സാധിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് അതിന് ഇങ്ങനെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ പരിധി പ്രഥമാധ്യാപകരായി പ്രവർത്തിച്ചതിന് ശേഷം നിർമ്മിച്ച ആളുകളുടെ ഒരു കൂട്ടായ്മ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസം തന്നെ ഈ വർഷം സർവീസിൽ നിർവഹിച്ച എല്ലാ പ്രഥമാധ്യാപകരെയും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നതാണ്. അപ്പൊ പരസ്പരം ആ ഗ്രൂപ്പിലൂടെ ആശയവിനിമയം നടത്തുന്നുള്ളൂ. അപ്പൊ അതിനെ ആ ഒരു കൂട്ടായ്മയിലേക്ക് പ്രത്യേകം ഈ അവസരത്തിൽ ക്ഷണിക്കുകയും ചെയ്യും. പാർട്ടേഴ്സ് തന്നെ നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടും. അപ്പൊ അത് തുടർന്ന് നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെല്ലാവരെയും അറിയിച്ച് നമുക്ക് ഒരു ഒത്തുചേരാൻ ഈ മഹാമാരിക്ക് ശേഷം തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാ ആശംസകളും ഉണ്ടാകുന്നത് നമുക്ക് യോഗാധ്യക്ഷൻ നമ്മുടെ ഏറ്റവും ബഹുമാന്യായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീധരവി സാർ, HM ഫോറത്തിൻ്റെ ബഹുമാന്യ സെക്രട്ടറി ഡോക്ടർ സാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ അധ്യക്ഷ ശ്രീമതി ബീന ജോബി അവർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ എന്നോടൊപ്പവും അതിന് മുമ്പ് 2019 വർഷം വിരമിച്ചവരുമായ പ്രഥമാധ്യാപകർ, HM ഫോറത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട പ്രഥമാധ്യാപകരെ, അതോടൊപ്പം തന്നെ ഇന്നത്തെ യാത്രയ്ക്ക് യോഗം ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രഥമാധ്യാപകരെ, അധ്യാപക സുഹൃത്തുക്കൾ, ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു യാത്രയുടെ സമ്മേളനം ഈ കോവിഡ് കാലത്ത് നടക്കുമെന്ന്. ഇവിടെ പരാമർശിച്ച പോലെ ഇതൊരു ശുഷ്കമായ സമ്മേളനമല്ല. കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് കൂടാൻ കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു സമ്മേളനമായിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ആയി വിരമിച്ച അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ വിരമിക്കൽ ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാം ഒരു മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. അത് കഴിഞ്ഞ വർഷം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഏറ്റവും നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യം നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളോടും സഹപ്രവർത്തകരോടൊപ്പം ഒക്കെ ആ കുട്ടികളുടെ കളിച്ചിരിയും തമാശകളും പറഞ്ഞ ജീവിതത്തിൽ അവരോടൊപ്പം യാത്ര പറഞ്ഞു പോകാൻ പറ്റാത്തതിനുള്ള
വിഷമമായിരിക്കും നമ്മൾ ഓരോരുത്തരും നേരിടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരുപാട് സാങ്കേതിക വിദ്യകൾ അതിന് പരിഹാരമായി മാറിക്കഴിഞ്ഞു. ഓൺലൈൻ മീറ്റിംഗിൽ കൂടെയും ഗൂഗിൾ മീറ്റിംഗ് കൂടെയൊക്കെ പരമാവധി അത് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും മാറിയില്ലെങ്കിൽ പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ദൈവകൃപയായിട്ട് തന്നെ തോന്നുകയാണ്. ഏതായാലും എല്ലാവരും പരാമർശപോലെ തന്നെ പ്രഥമാധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ന് വിരമിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ നല്ല വശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മളെല്ലാവരും തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തങ്ങളുടെ സ്കൂളിൽ നിന്നുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ മുന്നോട്ട് വന്നവരാണ്. എല്ലാവരും പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിച്ച്, കുട്ടികളെ സ്നേഹിച്ച്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഒക്കെ പ്രവർത്തിച്ച് എല്ലാ സ്കൂളുകളുടെയും ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചതാണ്. അപ്പൊ അവരൊക്കെ ഈ മേഖലയിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കനത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ഏതായാലും നമ്മൾ പോകുമ്പോൾ അതിനേക്കാൾ പലരുടെ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾ ഈ രംഗത്തേക്ക് കടന്നു വരിക. നമ്മളൊക്കെ സർവീസ് വരുമ്പോൾ ഏതായാലും ഈ കഴിഞ്ഞ 10-25 വർഷങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10-30 വർഷങ്ങൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പരിണാമ ചരിത്രം. ആ പരിണാമ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമുക്കൊക്കെ അറിയാം, പഴയ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടം പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ജോലിക്കൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ടെസ്റ്റ് എഴുതിയും അല്ലെങ്കിൽ ഡെയിലി വേജിലോ ടെസ്റ്റ് തസ്തികയിലോ ഒക്കെ ജോലി ചെയ്ത കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി പിന്നീട് നമുക്കറിയാം നമ്മളൊരു കമ്പ്യൂട്ടർ വിരുദ്ധ സമരം കണ്ടവരാണ്. ആ കമ്പ്യൂട്ടർ വിരുദ്ധ സമരത്തിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കുട്ടികൾക്ക് IT വിദ്യാഭ്യാസം നൽകിയവരാണ്. അതൊരു വലിയ വിപ്ലവകരമായ മാറ്റം. അതിന് സമാനമായിട്ടാണ് നമ്മുടെ ഈ വിരമിക്കുന്ന വർഷങ്ങളിൽ, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ നിന്ന് TV-യും മൊബൈൽ ഫോണും ഒക്കെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി, അല്ലെങ്കിൽ അത്തരം ദുശീലങ്ങൾ കുട്ടികളെ പരിപോഷിപ്പിക്കരുത്, പരിശീലിപ്പിക്കരുത് എന്ന് പറഞ്ഞ നമ്മളെല്ലാവരും തന്നെ പിരിഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് അതിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. അപ്പൊ വലിയ മാറ്റം. അതോടൊപ്പം തന്നെ SSIയിലാണെങ്കിലും RMSയിലാണെങ്കിലും നമ്മുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മുതൽ തുടങ്ങിയ പരിഷ്കാരങ്ങൾ, പിന്നീടുള്ള എത്രയോ പാഠ്യപദ്ധതിയിലുള്ള സമൂലമായ പൊളിച്ചെഴുത്തലുകളെ മാറ്റങ്ങൾ, മൂല്യനിർണ്ണയങ്ങൾ വന്ന വലിയ മാറ്റങ്ങൾ, കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെയൊക്കെ വന്ന വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട ഒരു തലമുറയാണ് നമ്മളെല്ലാവരും. അതിനാൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പരീക്ഷാ രീതിയിലും അതോടൊപ്പം തന്നെ പഠന സമ്പ്രദായത്തിലും മൂല്യബോധത്തിലും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ രംഗത്ത് നിങ്ങളൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും വലിയ സന്തോഷത്തോടെയാണ്, അല്ലെങ്കിൽ ചാരിതാർത്ഥത്തോടെയാണ് ഇരിക്കുന്ന എല്ലാ അധ്യാപകരും തന്നെ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കും. നമ്മുടെയൊക്കെ സർവീസ് കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ പഠിപ്പുകളില്ലാതെ, വലിയ കുട്ടികളുമായോ അല്ലെങ്കിൽ രക്ഷിതാക്കളുമായോ ഡിപ്പാർട്ട്മെന്റുമായോ മറ്റ് സൗഹൃദപരമായോ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിരമിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ വലിയ സന്തോഷകരമായിരിക്കും. അതോടൊപ്പം ഒരു സ്കൂളിനെ നയിക്കാനുള്ള പ്രഥമാധ്യാപകരായി മാറുക എന്നുള്ളതും ഒരു വലിയ ദൗത്യം തന്നെയാണ്. നമുക്ക് എല്ലാവരും ഒരു 10% പോലും ലഭിക്കാത്ത വലിയൊരു നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ നേട്ടം, അല്ലെങ്കിൽ വലിയൊരു പുണ്യം ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ രംഗത്തൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയും. ഏതായാലും അതിലേക്കുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള പങ്കെടുക്കുന്ന എല്ലാ പ്രഥമാധ്യാപകരും ഇവരെല്ലാവരും തന്നെ ഇവിടെ സംസാരിക്കുന്നവരാണ്. നമുക്കറിയുന്ന സമയത്തിന്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ലാസ്റ്റ് ക്ലാസിന്റെ SSLC റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാണ്. ഇതിൽ പങ്കെടുക്കുന്ന പ്രഥമാധ്യാപകരും പോകാൻ തിരക്കുന്നവരാണ്. എല്ലാവരും തന്നെ 2 മണി എന്നുള്ള സമയത്ത് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മീറ്റിംഗ് വളരെ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ വിരമിച്ച പ്രഥമാധ്യാപകർ, അവർക്ക് എല്ലാവർക്കും തന്നെ പറയാനായി ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ എല്ലാവരുടെയും പേരിൽ അവരെ റെപ്രസെന്റ് ചെയ്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അവരുടെ എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് മുൻപേ എടുത്ത ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൈതലവി മംഗളവർമ്മൻ സാറിനും അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫ്, നമുക്കറിയാം നമ്മുടെ HM തസ്തികയിൽ നമ്മൾ കൈകാര്യം ചെയ്തപ്പോൾ നമുക്ക് എല്ലാ പിന്തുണയുമായി നിന്ന DO ഓഫീസിലെ ജീവനക്കാരുണ്ട്. അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒക്കെയുള്ള നന്ദി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ
എച്ച്4 കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലായി അത് ജോസഫ് സാർ ഇരിക്കൊണ്ട് സാറിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് നടന്നത്. ഡൊമിനിക് സാറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സാറിന്റെ നേതൃത്വത്തിൽ നല്ലൊരു സമയം സാർ നമുക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. സാറിന് അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ശ്രീത്ത് സാർ പരാമർശിച്ചു. വളരെ സജീവമായി പോകുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം. അതോടൊപ്പം തന്നെ നമ്മുടെ കാലഘട്ടത്തിലാണ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കുള്ള സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ സർക്കുലറുകളും മറുപടികളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്കറിയാം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു ദിവസം വാട്സാപ്പ് നോക്കാതെ പറ്റാതെ വന്നാൽ പിറ്റേ ദിവസം ചിലപ്പോൾ നമുക്ക് സസ്പെൻഷൻ ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുന്നു. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വളരെ സജീവമായും നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ സൗഹൃദപരമായ പ്രഥമാനന്ദവരെ ഒരിക്കലും മാറ്റാൻ കഴിയും. നമ്മുടെ സംശയങ്ങൾ, നമുക്ക് വേണ്ട പിന്തുണ, നമ്മുടെ നിർദ്ദേശങ്ങൾ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളൊക്കെ അതിൽ കൂടി തരാൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സജീവമായി നമ്മുടെ കൂടെ നിന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദപരമായ പ്രഥമാധ്യാപകരെയൊക്കെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ സ്മരിക്കുകയും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ നന്ദി നമ്മുടെ എല്ലാവരെയും ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വിരമിച്ച ഇന്ന് ഈ സദസ്സിലുള്ള അധ്യാപകർ കഴിഞ്ഞ വർഷവും ഈ വർഷമുള്ളവർ എല്ലാവരും തന്നെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും പലരെയും നമുക്ക് ഇരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ കുടുംബ ബന്ധം പോലെ തന്നെ സഹോദരി സഹോദരന്മാരായി ഒരു വീട്ടിലെ ആൾക്കാരെ പോലെ കഴിഞ്ഞ ആൾക്കാർ തീർച്ചയായും ഇതിനായിട്ട് കാണുക എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് വരാൻ കഴിഞ്ഞത്. ഇത്രയും പേരെങ്കിലും കണ്ടത് വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. ഇവിടെ ഇപ്പം റോസം ടീച്ചറുണ്ട്, സുബി ടീച്ചറുണ്ട്, ഡേസി ടീച്ചറുണ്ട്, സെലിൻ ടീച്ചറുണ്ട്, റോബിച്ച സാറുണ്ട്, ദേവി സാറുണ്ട്. ദേവി സാറൊക്കെ ഞാൻ ഓർക്കുന്ന തൊഴിൽ വെച്ച് നടന്ന അധ്യാപക പരിശീലനത്തിൽ നമുക്ക് പരിശീലനം തന്ന വലിയ നേതൃത്വമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിജി സാറുണ്ട്, മറ്റു സാറുണ്ട്, ബെന്നി സാറുണ്ട്. നമ്മളോടൊപ്പം വെച്ചമായിരുന്നിപ്പം മുരിക്കാശ്ശേരി സ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു പോയ റോസ്മാഫി സാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു സൗഹൃദം എന്ന രീതിയിൽ, ഒരു സഹോദരൻ എന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നേരുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയാത്ത നമ്മുടെ സൗഹൃദത്തിൽ ധാരാളം പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ഈ യോഗത്തിന്റെ പേരിൽ 2020-21 വർഷം ഒരുമിച്ച എല്ലാ പ്രഥമാധ്യാപകരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് വീക്ഷിക്കുന്ന നമ്മുടെ സൗഹൃദരായ പ്രഥമാധ്യാപകർ പല സ്കൂളിൽ നിന്നുള്ളവരുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങൾക്കും അവർ പലരും നമ്മളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും തന്നെ ഈ അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ വിരമിച്ചെങ്കിലും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്കും അധ്യാപകർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നാളുകളിലും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാകുക എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരെയും ഈ യോഗം നന്നായി സംഘടിപ്പിച്ചതിന്റെ പേരിൽ അതോടൊപ്പം തന്നെ യോഗത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള നന്ദിയും കൃതജ്ഞതയും അതോടൊപ്പം തന്നെ ആശംസകൾ എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജോസഫ് ജോൺ സാറിനെ ഈ യാത്രയിലോ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സ്നേഹപരിചിതനായ DO ശ്രീ സാർ, സെക്രട്ടറി സാർ, ഈ യാത്രയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തീരമാണ ഏറ്റവും പ്രിയങ്കരായ പ്രഥമാധ്യാപക സുഹൃത്തുക്കളെ, 2019-20 വർഷത്തില് 20 മാർച്ച് 30-ന് റിട്ടയറായ ചെമ്മണ സേവിയസ് ഹൈസ്കൂളിൽ നിന്നും റിട്ടയറായ ഒരാളാണ്. കോവിഡിന്റെ രോഗം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് എന്റെ റിട്ടയർമെന്റ്. ചാർജ് സീനിയർ മാത്രം ഉള്ള വേദികളിൽ ഞാൻ ഏകനായി ഒരു അവസരം ഞാൻ ഓർക്കുകയാണ്. വാർഷികമെല്ലാം കഴിഞ്ഞിരുന്നു. നന്ദിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ
എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ കാരണം ഈ ഹാളിനേക്കാൾ പ്രകടമുണ്ട്. ഞാൻ പ്രഥമാധ്യാപകനായി ആദ്യം ഹൈസ്കൂളിൽ ചാർജ് വിദ്യാഭ്യാസമാണ് ഈ ഓഡിറ്റോറിയം നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ പ്രഗത്ഭരായ പ്രഥമാധ്യാപകരുടെ ശിക്ഷണത്തിൽ എനിക്ക് വരാനായി സാധിച്ചു. കട്ടപ്പന എസ്എഫ്ഒന്റെ ഏതാണ്ട് 5 വർഷക്കാലം സെക്രട്ടറിയായി പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ നല്ല ഒരു വലിയ കൂട്ടായ്മയുണ്ടായിരുന്നത് തന്നെ ഈ എസ്എഫ്ഒന്റെ വലിയ കൂട്ടായ്മ അവരോട് നന്ദിയോട് പറയാനായിട്ട് സാധിച്ചില്ല. വിഷമമുണ്ടായി. ഏതായാലും ഇന്ന് ആ വിഷമം മാറി. ബഹുമാനപ്പെട്ട ഡിഒ സൈനിക സ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സ്ഥാപനങ്ങളെ പറ്റിയായിരുന്നു. എങ്കിലും നേതൃത്വത്തിന്റെ ഈ സംഘടനയെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ സൂചിപ്പിച്ചതുപോലെ കട്ടപ്പനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നല്ല വെളിച്ചം പോകണം. പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും അപ്രസിദ്ധമായ വിദ്യാഭ്യാസ ജില്ലയായ കട്ടപ്പനയെ വർദ്ധിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് കട്ടപ്പനയെ പോകണം. കോൺഫറൻസിന് വേണ്ടി തലേ ദിവസം തന്നെ പോയേണ്ട അവസ്ഥയാണ് പല മാസ്റ്റർമാരുള്ളത്. പ്രവർത്തിക്ക് യാത്ര ചെയ്ത് പിറ്റേ ദിവസം തിരിച്ചെടുത്തില്ല സമാധാനമെന്ന് അങ്ങനെ കാലഘട്ടത്തിലൂടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ വിദ്യാഭ്യാസ ജില്ലയെ ഏറ്റവും റിസൾട്ടിന്റെ കാര്യത്തിൽ എണ്ണപ്പെട്ട ജില്ലയായി മാറ്റുവാൻ സാഹചര്യമാണ് വിദ്യാഭ്യാസ ജില്ലയിലെ അതുപോലെ തന്നെ അതുപോലെ ധാരാളം പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഡൽഹി സാറിന്റെ നേതൃത്വത്തില് ഞാൻ സെക്രട്ടറി അതുപോലെ തന്നെ നമ്മുടെ വിജയ് സാറിന്റെ നിന്നുകൊണ്ട് പലരും നേതൃത്വത്തില് നമ്മളൊരു സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചത് പ്രത്യേകം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നത് ഉദ്ഘാടനം ചെയ്യുകയും അത് പ്രത്യേകം നിശ്ചയിച്ചെടുത്തത് ഇപ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായി. കാരണം അന്ന് മുതൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇതിന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അത് നേതൃത്വത്തില് ഇപ്പോൾ നടത്താൻ സാഹചര്യം പ്രത്യേക അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം സൂചിപ്പിച്ചതുപോലെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു. 1-2 വർഷമാണ് വിദ്യാഭ്യാസ മേഖലയിലെ രണ്ടാം ചരിത്രം തന്നെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് കോവിഡ് എന്ന മഹാമാരി കടന്നു വന്നത്. വലിയ പ്രതിസന്ധികളുണ്ട്. എങ്കിലും എല്ലാ പ്രതിസന്ധികളുടെയും തരണം ചെയ്യാനുള്ള പ്രാണിയും കെൽപ്പും പ്രാപ്തിയും ഉള്ളവരാണ് പ്രധാനാധ്യാപകർ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അതിനെ അതിജീവിച്ച് അവിടെ ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായാലും പ്രാഥമികമാക്കുന്നത് യാതൊരുവിധ സംശയവുമില്ല. എനിക്ക് പ്രധാനാധ്യാപകരോട് എന്നെ സംബന്ധിക്കുന്ന ഗവൺമെന്റിലുള്ള പ്രധാനാധ്യാപകർ പറയാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് നമ്മളുടെ പ്രവർത്തന മേഖലയിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാവും. പക്ഷേ നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള പ്രാപ്തി നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. നമുക്കറിയാം ഒരു പ്രധാനാധ്യാപകർ എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരുന്നുണ്ട്. ഒത്തിരി സമ്പർക്കത്തിന് അടിമപ്പെടേണ്ടിവരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായെങ്കിലും നമ്മളുടെ സഹപ്രവർത്തകരെ നമ്മൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ നല്ല പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഏതാണ്ട് 16 വർഷം അധ്യാപകനായിരിക്കാനാണ് ഞാൻ 3 വർഷം സ്കൂളില് 3 വർഷം സ്കൂളില് ബാക്കിയുള്ള വർഷം എന്റെ മാതൃവിദ്യാലയമായ ചെറുപ്പ
സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് എന്റെ സർവീസ് ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും കാര്യമായിട്ടുണ്ടായിട്ടില്ല. വളരെ തൃപ്തിയോടെ തന്നെയാണ് എനിക്ക് ഈ ജോലിയിൽ നിന്ന് ലഭിക്കാനായി സാധിച്ചത്. അവിടേക്ക് ഞാൻ ചെയ്തത് എന്റെ സഹപ്രവർത്തകരെ എനിക്ക് 100% വിശ്വാസമായിരുന്നു. അവരെ കൊണ്ട് ഞാൻ ഒരു പരിധിവരെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാനായിരുന്നു കൂടുതൽ ജോലി ചെയ്യുന്നത്, അവർ തന്നെയാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. നമുക്കറിയാം പ്രസാദനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരെ വിശ്വാസത്തെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും നമ്മൾ നല്ല പ്ലാനിങ് നമ്മൾ ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ പോയാൽ നമ്മുടെ സ്കൂളിനെ വളരെ ഉന്നതയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ രീതിയിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സംതൃപ്തനായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ 16 വർഷക്കാലം വലിയ 3 സ്കൂളുകളിലെ സാരഥ്യമാണ് ഞാൻ വഹിച്ചത്. എങ്കിലും എൻ്റെ ഈ 16 വർഷക്കാലത്തും എൻ്റെ ഒരു കുഞ്ഞിന് പോലും ഒരു കുഞ്ഞു പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. കാരണം ഞാൻ എന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവരെ സമർപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തുടരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു സംതൃപ്തിയാണ് എനിക്ക് എന്റെ പ്രവർത്തിച്ച് നോക്കുമ്പോൾ എനിക്ക് ലഭിക്കുക. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ആയിരിക്കുന്ന സ്കൂളുകളെ കലാലയത്തിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാ പ്രധാനമന്ത്രിയോടും ആശംസിക്കുന്നു. റിസൾട്ട് വരുന്ന ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്നോടൊപ്പം പ്രത്യേകം ചെയ്യുക, കഴിഞ്ഞ വർഷവും ഈ വർഷവും പ്രത്യേകം ചെയ്യുക. എല്ലാവരും ആവുന്നു തീരുന്നു. അതുപോലെ തന്നെ ടീച്ചർ സ്ഥാനം പുതിയ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചു. എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. HFR Secretary Dominic Sara, HFR Executive Sri Sara, my teacher, Lobi Sara, Raji teacher, Ramesh Sara, but any of us are ready to service of the picture. ഞങ്ങൾ ഏറെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രഭാതിയാവരെ ഈ ഗൂഗിൾ മീറ്റിംഗ് പങ്കെടുക്കുന്ന പ്രഭാതിയാവരെ ഏറെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ രീതിയിൽ ഒരു പ്രഭാതിയാവാൻ ആകാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതാണ്. എനിക്ക് അതിനൊരു അവസരത്തിലേക്ക് ഒരു ചവിട്ടുപടി വേണം പറയാനായിട്ട്. കാരണം മികച്ച രീതിയിൽ വിവിധ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഡിഎമാരോടും അതുപോലെ തന്നെ HFR സെക്രട്ടറിയോടും എക്സിക്യൂട്ടീവുകളോടും പ്രഥമാധ്യാപകരോട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നത് നമ്മുടെ പഴയ കാലത്ത് ഒരു 7 മണിയാകുമ്പോൾ വിളിക്കുകയാണ് സാറേ, നമ്മുടെ ആളുകൾ 1-2 വീടുകൾ പോയി അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ സൗകര്യമില്ല. അവരെ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നു. അവരിട്ട് വസ്ത്രം മാത്രമേ ഉള്ളൂ, അവർക്ക് യാതൊരുവിധ വസ്ത്രവുമില്ല. ഈ ഇട്ടിരിക്കുന്ന മാത്രമുള്ളൂ. അവർക്ക് മാറാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ എന്ത് ചെയ്യുകയും. അപ്പൊ തന്നെ നമ്മൾ അവിടെ തള്ളിയെ മാനേജർ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു കട 8 മണിക്ക് കട തുറപ്പിച്ചു. 9 മണി ആവശ്യത്തിലുള്ള വസ്ത്രം സൗകര്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ പ്രളയ പ്രവർത്തനങ്ങളിലൊക്കെ HFR വളരെ സജീവമായിരുന്നു. നമ്മൾ മറ്റ് ജില്ലകളിലേക്ക് ആവശ്യമുള്ള സാധനം കൊടുത്തു, ഇവിടേക്ക് കൊടുക്കാൻ സാധിച്ചു. അതൊക്കെ വലിയൊരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ HFR വിവിധ പരിപാടികൾ, വിവിധ ഓർഗനൈസേഷൻ പ്രോഗ്രാമുകൾ സ്കൂളുകളിലും അതുപോലെ HFR തലത്തിൽ നടത്തി. അതിന്റെ എല്ലാം പണം കണ്ടെത്തുന്നത് HFR. അതുപോലെ തന്നെ നമുക്കിവിടെ വാല്യുവേഷൻ വളരെ ആഗ്രഹമല്ല. അത് ശരിയെടുക്കാനായിട്ട് സാക്ഷ്യസ്ഥാനത്തില് വലിയ ശ്രമം നടത്തി നമ്മൾ കണ്ടെത്തിക്കാൻ ഒരു വാല്യുവേഷൻ സെന്റർ ലഭ്യമാക്കാനായിട്ട് കഴിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ നേട്ടങ്ങളിലും അതുകൂടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ DOs മാറ്റിവെക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നത് ഞങ്ങളെ വിളിച്ചിട്ട് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. HFR എക്സിക്യൂട്ടീവ് വിളിച്ചുകൊണ്ട് പറഞ്ഞു,
ഈ കെട്ടിടത്തിൽ നിന്ന് ഇത് മാറ്റണം. കാരണം ഇത് 8 മാസമായിട്ട് സർക്കാർ ഈ കെട്ടിടത്തിന് വാങ്ങുന്നില്ല. ഈ അതിന് ഓണമായി പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് മാറ്റം നമ്മുടെ കടമ പാരിശ്രമിക്കില്ലായിരുന്നു. അവർ 8 മാസം അവർ പൈസ വാങ്ങുന്നില്ല. വാങ്ങിക്കാൻ വെച്ച് നമുക്ക് ഈ ഇനി മുന്നോട്ട് പോകുകയാണ്. കളക്ടർ വിളിച്ച് വഴക്കുറയുന്നു, മേളിൽ നിന്ന് DG വിളിച്ച് വഴക്കുറയുന്നു. ഈ സ്ഥാനത്ത് മാറ്റം എന്ത് ചെയ്യണം? പുതിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ 3 ലക്ഷം രൂപ വേണം. എങ്ങനെ കണ്ടെത്തും? എക്സിക്യൂട്ടീവ് വളരെ സജീവമായിട്ട് ഇടപെട്ട് 3 ലക്ഷം രൂപ മുടക്കി ഡോക്ടർ സാറിന്റെ നേതൃത്വത്തിന് 3 ലക്ഷം രൂപ മുടക്കി നമ്മുടെ DOs വളരെ ഫണ്ട് മാറ്റാൻ സാധിക്കും. വളരെ വീട് പ്രശ്നമായി 60 സ്ക്വയർ ഫീറ്റ് വീട് വേണം. അതിന്റെ സ്ഥലം തന്നിട്ടില്ല സർക്കാർ. അതായത് അവിടെ റെക്കോർഡ് യാതൊരു ഇതിനെ വർക്ക് ചെയ്തു. വലിയ പ്രതിസന്ധിയായി. ഇതിനൊക്കെ വളരെ നിർമ്മാണം MLA ഇതൊക്കെ നമ്മുടെ മന്ത്രി ഇദ്ദേഹമാണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത്. പിന്നെ നമ്മുടെ തഹസിൽദാർ അവരെ കൊണ്ടുവന്ന് പുതിയ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ എഞ്ചിൻ വെച്ചാണെങ്കിൽ റൂമാണ് 7 നിലയുടെ കെട്ടിടമാണ് വരുന്നത്. അവിടെ എഞ്ചിൻ വെച്ചാണ് സ്പേസ് എടുക്കുന്നത്. അവിടെ നമുക്ക് ഈ സ്ഥലം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. തഹസിൽദാർ MLA പ്രകടനം ചെയ്തു. അന്നത്തെ ഡോമിൻ സാർ, ഷാഹിദ് സാർ, സേവി സാർ, അതുപോലെ തന്നെ അങ്ങനെ പോയി കണ്ടു. ഏതായാലും നമുക്ക് അനുവാദം തന്നു. HM4 എക്സിക്യൂട്ടീവ് വളരെ സജീവമായി പ്രവർത്തിച്ചു. അങ്ങോട്ട് മാറ്റാനായിട്ട് സാധിച്ചു. അപ്പോൾ വലിയ നേട്ടങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ പഞ്ചായത്തിനെ ഒരു വളർച്ചയിൽ നമുക്ക് പങ്കാളികളാകാനായിട്ട് എനിക്ക് സാധിച്ചു. തീർച്ചയായിട്ടും HM4 അതുപോലെ തന്നെ പ്രധാനാധ്യാപകർ കാണിച്ച വാട്സാപ്പിന്റെ സ്നേഹത്തിൽ നന്ദി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വളരെ നല്ല രീതിയിൽ നമ്മുടെ കടമ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. ഇവിടുത്തെ കടമ വിദ്യാഭ്യാസത്തിന്റെ പ്രഥമാധ്യാപകർ ഇവിടുത്തെ ഓഫീസിൽ DOയുടെ ഓഫീസിലുള്ള സ്റ്റാഫ് വളരെ സൗകര്യമാണ്. ഒരു കാര്യം വെച്ച് നടത്താൻ ചെയ്യാൻ സഹകരിക്കാൻ ഒക്കെ വളരെ നല്ല സൗകര്യമുള്ള അന്തരീക്ഷത്തിലാണ് പോകുന്നത്. അതുപോലെ തന്നെ സാറിനെ ഇടതും വലതുമായിട്ട് നിൽക്കാനായിട്ട് HM4 എക്സിക്യൂട്ടീവ് എല്ലാവരും. അതുപോലെ HM4 സാറ് വളരെ സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ സാറ് കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് നടത്തി കൊടുക്കും. കാരണം സാറ് എഴുതിക്കൊണ്ടില്ല. സാറ് എല്ലാ ഫലമാക്കിയാലും ഒരുപോലെ പരിഗണിക്കുന്നു. അതിന് ആവശ്യങ്ങൾ പരിഗണിക്കുന്നു. ഒരു മീറ്റിംഗ് ഏത് കാര്യമാണെങ്കിലും പറഞ്ഞിട്ട് വേറെ പ്രാധാന്യം കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഒന്നിച്ച് പോകാനായിട്ട് വേണ്ടി വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇതിനൊക്കെ ഞങ്ങൾക്ക് മാതൃകയായിട്ട് ആൾക്കാരാണ് ഇപ്പോൾ ഈ സ്വീകരിച്ച അധ്യാപകർ. പ്രത്യേകിച്ച് ഡോക്ടർ വളരെ 16 വർഷത്തെ സാധ്യതയിൽ നോക്കിയിട്ടുണ്ട്. ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പല പ്രവർത്തിക്കുന്ന സാധിച്ചു. പിന്നെ സാധ്യതയെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ തിരുനാട്ടിലെ വാർത്തകൾ ടീച്ചറുടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ അധ്യാപകരും പ്രധാനമായിട്ടും ഒരു നിലയിൽ 2 സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി സമയത്ത് നമുക്ക് എല്ലാവരും ചില സംശയങ്ങൾ തോന്നി. ആ സംശയങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ് ദൂരീകരിച്ച് നമുക്ക് ഈ കോളേജിന്റെ സന്തോഷത്തോടെ പുറത്താൻ ഒരു സാഹചര്യം ഒരുക്കി. തീർച്ചയായിട്ടും HM4 വളരെ നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അത് വലിയ മുതൽക്കൂട്ടാണ്, നല്ലൊരു കൂട്ടായ്മയാണ്. അത് തുടർന്നും നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കാണിച്ച നമ്മുടെ ചടങ്ങ് അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വാടകയ്ക്ക് നിന്ന് നമ്മുടെ സ്റ്റേഷനിലേക്ക് മാറ്റി സഹകരണം വളരെ സമയത്ത് ഈ HM4 അപ്പൊ അത് സഹകരണം നിങ്ങളൊക്കെ അതുപോലെ ഈ നമ്മുടെ അങ്ങനെ ആൾക്കാർക്ക് സഹകരിച്ച ഈ സമയത്ത് അഭിനയിക്കുകയാണ്. സെറ്റപ്പ് ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കുറെ സജീവമായി സഹകരണം സാമ്പത്തികമായ സഹകരണം
അങ്ങനെ ആ നാടകത്തിന്റെ അന്ന് ഇപ്പോഴും അതിലേക്ക് വിനോദമായി വന്നിട്ടില്ല. കാർമികമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നല്ല ഒരു സഹായം പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട ആളുകളാണ് പറയാൻ അവസാനിപ്പിക്കുന്നത്. അവിടെ അവസാനിക്കുകയാണ്. നന്ദി അറിയിക്കുന്നവർക്ക് മഴ സ്നേഹവും ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ യാത്രയുടെ സമ്മേളനത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൈതലവി മങ്ങാട്ടുപുറം മിൻസ, യോഗം നിർവ്വഹണം ചെയ്തു പോയ കട്ടപ്പന നഗരസഭാ ചെയർമാൻ ബീന ജോബി മാഡം, സെക്രട്ടറി ഡൊമിനിക് സാർ, ജോസഫ് മാത്യു സാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി HM4 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, സർവീസിൽ നിന്നും വിരമിച്ച 2019, 20, 21, 22 വർഷത്തെ പ്രഥമ അധ്യാപകരെ, ഗൂഗിൾ മീറ്റ് വഴി നമ്മുടെ ഈ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പ്രഥമ അധ്യാപകരെ, എനിക്കറിയാം ഇന്ന് നമ്മുടെ SSLC റിസൾട്ട് അറിയുന്ന ദിവസമാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരും ഗൂഗിൾ മീറ്റിൽ ഈ സമ്മേളനം കാണുന്നവരെല്ലാം അക്ഷമയോടെ കാത്തിരിക്കുന്ന സമയത്തേക്ക് എനിക്ക് പ്രാധാന്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ സർവീസിൽ നിന്ന് ലഭിക്കുന്ന പ്രഥമ അധ്യാപകരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അപ്പൊ അവരോട് എനിക്ക് തന്ന പ്രോത്സാഹനത്തിനും മാർഗദർശനത്തിനും ഒക്കെ നന്ദി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെക്കുറിച്ചും ഓരോരുത്തരെ കുറിച്ച് എടുത്തിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സമയം നിങ്ങൾ എനിക്ക് അനുവദിച്ചിട്ടില്ല. പലരും ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാറ് ബെനിസാറ് ചെമ്മണ്ണാറിലെ HM ബെനിസാർ എന്നെ പഠിപ്പിച്ചതാണ്. എന്നെ പഠിപ്പിച്ച 3-4 ഹെഡ് മാസ്റ്റർമാരുടെ കൂടെ HM4 പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരെനിക്ക് തന്ന അനുഗ്രഹവും അതുപോലെ അവരുടെ ആശംസകളുമാണ് എന്നെ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാക്കാൻ പോലും സഹായകമായതെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ദൈവത്തോടും അധ്യാപകരോടും നന്ദി പറയുകയാണ്. അതുപോലെ എപ്പോഴും സഹോദര തുല്യനായി എല്ലാവരും സഹോദര തുല്യനാണ് സാർ. എനിക്ക് എപ്പോഴും എനിക്ക് സാറിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് അതുപോലെ ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് സാറിന്റെ പേര് ബാലചന്ദ്രൻ സാർ ഒരു പ്രാവശ്യം മീറ്റിംഗിലേക്ക് വന്നപ്പോൾ ഒരു താമസം വന്നതിന് കളിയാക്കി പറയണ്ടായി. അങ്ങനെ സാർ സപ്പോർട്ട് സപ്പോർട്ട് എപ്പോഴും ഞാൻ നോക്കുന്നു. അതുപോലെ എല്ലാവരും എല്ലാവരും ട്രെയിനിങ്ങിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. റോബിച്ചൻ സാറാണ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. എല്ലാവരും ജില്ലാ സ്കൂളിലെ സാറിനെ ചിരി ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഞാൻ നന്ദിയോടെ എപ്പോഴും ഓർക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വിശ്രമ ജീവിതം ആസ്വാദികരമാകട്ടെ. എല്ലാവരും നന്ദി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന പുതിയ കടമകൾ സന്തോഷത്തോടെ ഈശ്വരത്തോടെ നിർവഹിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിച്ച കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ സാരഥി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സെക്രട്ടറി മങ്ങാട്ടുപുറത്തെ സ്വാഗതിച്ച് HM4 സെക്രട്ടറിക്കും അതുപോലെ HM4 കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ എല്ലാവരും സഹകരണം കഴിഞ്ഞാൽ പ്രവർത്തിക്ക് വന്നതോടെ ജോലി കൂടുതൽ സന്തോഷത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് HM4 കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ HM4 പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്തു പോയ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സണ് HM4 ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. HM4 സെക്രട്ടറി എപ്പോഴും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. HM4 സെക്രട്ടറി അദ്ദേഹത്തിന്റെ HM4 പേരിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സർവീസിൽ നിന്നും വിരമിക്കുന്ന 2019-20 വർഷത്തെയും 20-21 വർഷത്തെയും എല്ലാ പ്രഥമാധ്യാപകർക്കും ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ചതിനും
കൂടെ സഹകരിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ജോസഫ് സാർ എച്ചപ്പോറിന്റെ ഒരു ശബ്ദമായിരുന്നു, ഒരു എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് ശക്തമായി സംസാരിക്കാൻ കഴിയുന്ന പ്രാപ്തനായ നല്ലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. സാർ പ്രിൻസിപ്പളായിട്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. സാറിനും എച്ചപ്പോറത്തിന്റെ വകയായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഗൂഗിൾ മീറ്റില് ഈ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും എച്ചപ്പോറത്തിന്റെയും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് യൂട്ടി സാറും സാറും ഡൊമിനിക് സാറോടുകൂടെ തൽക്കാരോടും എല്ലാവരും ബാക്കി മീറ്റിംഗിൽ ഞങ്ങൾ കൂടിയിരുന്ന എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടിയിരുന്ന ഗൂഗിൾ മീറ്റിലെല്ലാം എല്ലാവരും രമേശ് സാർ എല്ലാവരും സംബന്ധിച്ചിരുന്നു, രാജ ടീച്ചർ, രവി ടീച്ചർ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പരമകാരുണ്യവാനാകും പരതന്നെ പരമപ്രേമമായി ഗുരുവായി കൂടെ, പരമപ്രേമമായി ഗുരുവായി കൂടെ. പരമകാരുണ്യവാനാകും പരതന്നെ പരമപ്രേമമായി ഗുരുവായി കൂടെ, പരമപ്രേമമായി ഗുരുവായി കൂടെ.